നോക്കാൻ പോണത് എന്താ സപ്ലി എന്നാണ്. ഈ സപ്ലി എന്ന് പറയുമ്പോൾ ഒരു കേൾക്കാനൊക്കെ എല്ലാവർക്കും സപ്ലി എന്നൊക്കെ പറയുമ്പോൾ ഒരു രസമായിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു യഥാർത്ഥ വശം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കെമിസ്ട്രി എക്സാമിന് നടക്കാൻ പോകുന്നേക്കും. അപ്പോൾ നിങ്ങളൊന്നും പഠിച്ചില്ലെങ്കിൽ എന്താ പറയുക, അതിൽ സപ്ലി ഉറപ്പാണ്, ഇത് പിന്നെ ഒന്നും പഠിക്കാമല്ലോ, എന്താ മെയിൻ സബ്ജക്റ്റിനും അതിൻ്റെ കൂടെയുള്ള ഒരു സബ്ജക്റ്റിനും എനിക്ക് സപ്ലി കിട്ടി, ഇനിയിപ്പോൾ ഇതും സപ്ലി വാങ്ങി ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല, സപ്ലി എക്സാമും 3 കൂടി എഴുതാമെന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ, സപ്ലി കുഴപ്പമില്ല, കേൾക്കാനൊക്കെ രസമുണ്ട്, എല്ലാവർക്കും സപ്ലി, നിങ്ങൾക്ക് സപ്ലി, എനിക്ക് സപ്ലി, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ സപ്ലിയാണ്, അവൾക്ക് സപ്ലി ഉണ്ടല്ലോ അപ്പോൾ എനിക്കും സപ്ലി തന്നെ, അധികമൊന്നും എഴുതണ്ട, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എഴുതാൻ 2-3 ക്വസ്റ്റ്യൻസ് അറിയാത്തുണ്ടെങ്കിൽ പിന്നെ എല്ലാം വിടുകയാണ്, എന്തായാലും എക്സാം എഴുതണം, അപ്പോൾ സപ്ലി ആയിട്ട് എഴുതിക്കൂടെ, ഇമ്പ്രൂവ് ചെയ്യണേക്കാളും നല്ലത് സപ്ലി ആയിട്ട് എഴുതിക്കൂടെ. അങ്ങനെയാണ്. ഈ പണ്ടൊക്കെ കുട്ടികൾക്ക് സപ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവർ പറയുക, അയ്യോ സപ്ലി വേണ്ട, അങ്ങനെ ഒരു രീതിയിലാണ് പഠിക്കുക. ഇപ്പോൾ സപ്ലി എന്ന് പറഞ്ഞൊരു ട്രെൻഡായി മാറിയിരിക്കുന്നു, സപ്ലി ഇല്ലാത്തവരില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. മറ്റേ സപ്ലി അത്രയും പഠിക്കാത്ത കുട്ടികൾക്കേ കിട്ടാറുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും സപ്ലിയാണ്, പഠിക്കുന്നവരുണ്ടോ പഠിക്കാത്തവരുണ്ടോ, ആവറേജ് കിട്ടുന്ന കുട്ടികൾക്കൊക്കെ എന്താണ് സപ്ലിയിലേക്ക് അവർ നീങ്ങണം. ഒന്നാമത് അവർക്ക് താല്പര്യമില്ല ആ ഫീൽഡ്, രണ്ടാമത് അവരെന്ത് ചെയ്യുന്നു, സപ്ലി ഇപ്പോൾ എല്ലാവർക്കും സപ്ലി അല്ലേ, അപ്പോൾ എനിക്കൊരു സപ്ലി കിട്ടിയ എന്താ എന്നൊരു ചിന്താഗതിയിലൂടെയാണ് എല്ലാവരും പോകുന്നത്. പക്ഷേ നമ്മൾ ഒരു കാര്യം വിചാരിക്കുക, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ഉണ്ട്, അവർക്കും സപ്ലി വാങ്ങുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ മാക്സിമം നിങ്ങൾ സപ്ലി വാങ്ങാതിരിക്കുക. സപ്ലി അല്ല, നിങ്ങൾ സപ്ലി ടാർഗറ്റ് ചെയ്ത് പഠിക്കണമുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും 2 മൊഡ്യൂൾ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കുക, യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൽ തന്നെ ഇഷ്ടം പോലെ ക്ലാസ് ഉണ്ട്. സോ സപ്ലി പറഞ്ഞ് നടക്കാതെ എന്തെങ്കിലും പഠിക്കാൻ നോക്കുക. പിന്നെ സപ്ലി ഒന്നും കിട്ടില്ല, ഞാൻ എങ്ങനെയൊക്കെ ഇരുന്ന് പാസ്സായിക്കോളും എങ്ങനെയുള്ള ഒരു കുട്ടികൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അവർ എന്താ പറയുക, ആവറേജ് വാങ്ങാതെ നല്ല മാർക്സ് വാങ്ങാൻ നോക്കുക. CA DA ഒക്കെ മാറ്റിയിട്ട്, CA PA ഒക്കെ മാറ്റിയിട്ട് ആവറേജ് നല്ലൊരു മാർക്ക് വാങ്ങാൻ നോക്കുക. എന്തായാലും നമ്മൾ പഠിക്കണം, സോ എന്തായാലും നമ്മൾ എക്സാം എഴുതണം. നിങ്ങൾക്ക് അറിയണത് മൊത്തം എഴുതി വെച്ചോളൂ, നോക്കുന്നത് നിങ്ങളല്ലല്ലോ, അറിയുന്നതൊക്കെ എഴുതി വെച്ചോളൂ. എന്നിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ ഞാൻ പറയണത് മാക്സിമം പഠിക്കാൻ നോക്കുക, നിങ്ങളെ പറ്റുന്ന അത്ര പഠിക്കാൻ നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റും ടഫായിട്ടില്ല, പഠിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഞാനൊരു കാര്യം പറയാം, +2-നേക്കാളും എളുപ്പമുള്ള സബ്ജക്റ്റാണ്, എളുപ്പമുള്ള മൊഡ്യൂൾസാണ് നമുക്ക് ഡിഗ്രിയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അപ്പോൾ ഞാനിപ്പോൾ കെമിസ്ട്രിയുടെ വീഡിയോ ആണ് റീസെൻ്റായിട്ട് അപ്ലോഡ് ചെയ്യണത്, കാരണം കെമിസ്ട്രി എക്സാമും കൂടി അല്ലേ ഉള്ളൂ. അപ്പോൾ കെമിസ്ട്രിയുടെ വീഡിയോസ് ആയിരിക്കും ഇനി വരിക. ഇനി നമ്മൾ 3rd സെം മുതലുള്ള എല്ലാ വീഡിയോസും ഇതിൽ വരുന്നതായിരിക്കും. ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.